പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ക്ഷമിക്ക്, സോറി. എന്തിനാണ് വെറുതെ വീണ്ടും വീണ്ടും എന്നെ കാണുന്നു പറയുന്നേ? എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാൻ പോകുന്നില്ല. അങ്ങനെ എടുത്തുചാടി തീരുമാനമൊന്നും എടുക്കണ്ട. നീ ഡിവോഴ്സ് തരാത്തതിന്റെ കാരണം നിന്റെ കുഞ്ഞല്ലേ? ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ദാ, ഇതൊന്ന് വായിച്ചു നോക്ക്. ഞാൻ അബോർഷൻ നടത്തിയതിന്റെ റിപ്പോർട്ടാണിതെന്ന് മനസ്സിലായില്ലേ? ഇനി നിനക്ക് ഡിവോഴ്സ് നീട്ടിക്കൊണ്ടുപോകാൻ കാരണമൊന്നുമില്ലല്ലോ. ജയിക്കാൻ വേണ്ടി നീ എന്തും ചെയ്യുന്ന എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്വന്തം കുഞ്ഞിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. ആ കുഞ്ഞിനെ നീ എന്തിനാ കൊന്നേ? വേണ്ടായിരുന്നെങ്കിൽ പ്രസവിച്ച് എന്നെ ഏൽപ്പിച്ചാ പോരായിരുന്നു. ഞാൻ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ. അങ്ങനെ വെറുതെ നിന്റെ കുഞ്ഞിന് വേണ്ടി അത്രയും കാലം കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നീ എനിക്ക് അതിനനുസരിച്ചൊരു പ്രതിഫലം തരണമായിരുന്നു. നിന്നോട് പലവട്ടം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചതല്ലേ? അപ്പോഴൊക്കെ നിനക്ക് കാശ് തരാൻ ഭയങ്കര മടിയായിരുന്നില്ലേ? എനിക്കറിഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ കുഞ്ഞിനെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടുന്ന കരുതണ്ട. നിന്റെ കുഞ്ഞോ? നീ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അച്ഛന്റെ ഒപ്പിന്റെ കോളം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അത് നിന്റെ ഒപ്പാണോ? അത് ഗിരിയേട്ടന്റെ ഒപ്പാ. ഇത് നീ എന്നോട് പകരം വീട്ടാനേ വെറുതെ ചെയ്തതല്ലേ? ഇത് എന്റെ കുഞ്ഞിനെയാണ്. ഗിരിയെ നിനക്കപ്പോ പരിചയം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ ഇപ്പോ നിന്നെ ബോധിപ്പിക്കേണ്ട എന്ത് കാര്യം എനിക്കുള്ളത്? എന്തായാലും ഇപ്പൊ നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമം അങ്ങ് പോയില്ലേ? നീയൊക്കെ ഒരു സ്ത്രീയാണോ? നിനക്ക് ഇനി ആ കാര്യത്തിൽ സംശയമുണ്ടോ? എല്ലാ സ്ത്രീകളും പുരുഷന്മാരുടെ കാൽ കീഴി കിടന്ന് അവരെ സേവിക്കില്ല. ചിലരൊക്കെ അവർക്ക് വേണ്ടതിന്റെ പിന്നാലെ പോകാനുള്ള ചങ്കൂറ്റം കാണിക്കും. നിന്റെ കഷ്ടകാലത്തിന് അങ്ങനെ ഒരുത്തിയാ നീ കല്യാണം കഴിച്ചത്. ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് എന്നെ തളയ്ക്കാൻ പറ്റുന്ന നീ കണക്കുകൂട്ടിയതാ നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നീയൊക്കെ മുഴുവൻ സ്ത്രീകൾക്ക് അപമാനമാടി. ഓ, ഞാനതങ്ങ് സഹിച്ചു. എന്തായാലും ഇനി നിനക്ക് കാത്തിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. ഇനിയും നിനക്ക് ഡിവോഴ്സ് വലിച്ചു നീട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാനെല്ലാം സഹിച്ച് കാത്തിരുന്നത് എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാ. അതൊക്കെ വെറുതെ ആയല്ലോ. ഡിവോഴ്സ് അല്ലേ, ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ടുതരാം. നിന്നെ കുറിച്ച് ഓർക്കാൻ പോലും ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നല്ല തീരുമാനം. ഇത് നിനക്ക് കുറച്ച് നേരത്തെ എടുക്കാമായിരുന്നു. എന്റെ അച്ഛൻ നിനക്ക് തന്ന കാശ് സ്വർണം മാത്രം നീ എനിക്ക് തിരിച്ചു തന്നാ മതി. ഞാൻ എന്റെ വക്കീലിനോട് നിന്റെ വക്കീലിനെ വിളിക്കാൻ പറയാം. നടന്നതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കാതെ വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. പിന്നെ ഇത്തവണ നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തിയെ നോക്കി കെട്ടിക്കോ. ഇല്ലെങ്കിൽ വീണ്ടും ദുഃഖിക്കേണ്ടി വരും. ശരി, പോട്ടെ. സഞ്ജു, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നീ മഹിമയ്ക്ക് വേണ്ടി എന്റെ കാല് പിടിക്കാൻ വന്നാന്ന് എനിക്കറിയാം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് നീ സ്വപ്നയുടെ അടുത്തും ചെന്നു അവള് പറഞ്ഞു. അവളെ പോലെ ഞാൻ മാന്യമായിട്ട് പ്രതികരിച്ചൊന്നും വരില്ല. വഴിമാറാൻ നോക്ക്. സഞ്ജു, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതല്ല അതിനുള്ള വഴി. മഹിമയ്ക്കൊരു കയ്യബദ്ധം പറ്റിയതാ. കയ്യബദ്ധം? അവള് കാരണം എനിക്ക് എന്റെ കുഞ്ഞിനെയാ നഷ്ടപ്പെട്ടത്.
ആ കുഞ്ഞിന് വേണ്ടി എന്റെ കുടുംബത്തെ ഞാൻ എതിർത്തു. സ്വപ്നയെ കല്യാണം കഴിച്ചു. നിങ്ങളുടെ വീട്ടിലെ അടുക്കള പണി വരെ ഞാൻ ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ആ നഷ്ടം ഇനി ആർക്കും ഒരിക്കലും നികത്താൻ പറ്റില്ല. അതിന് കാരണക്കാരിയായ മഹിമയോട് ഞാൻ ക്ഷമിക്കണമെന്ന് പറയാൻ നിനക്ക് എവിടെന്നാ ധൈര്യം കിട്ടിയത്? മഹിമയെ ഞാൻ നടുറോഡിലിട്ട് വെട്ടിക്കൂട്ടും, നീ നോക്കിക്കോ. സഞ്ജു, നീ ഇപ്പൊ വല്ലാത്ത വിഷമത്തിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എന്റെ മോളെ പോലെ ഞാൻ കാണുന്ന മഹിമയെ നീ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഞാൻ പ്രതികരിക്കാത്തത്. പക്ഷേ നീ അവൾക്ക് നേരെ എന്ത് നീക്കം നടത്തിയാലും തടുക്കാൻ ഞാനുണ്ടാവും. നീ എന്ത് ചെയ്യാനാ? മഹിമ ഞാൻ എന്തായാലും തീർക്കും. അതിനിടയിലേക്ക് വന്നാ നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന എന്താണെന്ന് എനിക്കറിയാം. അതിന് പകരമായി നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ. ഞാനൊന്ന് ആഞ്ഞു ചവിട്ടിയാ മതി, എല്ലാം തീരും. എന്റെ അനിയത്തിക്ക് പറ്റിയ ഒരു കയ്യബദ്ധത്തിന്റെ പേരിൽ തോന്നിയ കുറ്റബോധം കൊണ്ടാ ഞാൻ ഇത്രയും നേരം മിണ്ടാ നിന്നത്. അത് നിന്നെ പേടിച്ചിട്ടാണെന്ന് നീ കരുതരുത്. നീ മഹിമയെ കൊല്ലോ, എന്റെ കുഞ്ഞിനെ കൊല്ലോ. എന്നെ നിയമം പാലിച്ച് നടക്കുന്ന ഒരു സാധാരണ പോലീസുകാരിയായിട്ട് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എന്റെ കുടുംബത്തിലെ ആരെങ്കിലും നീ ഒന്ന് തൊട്ടു നോക്ക്, അപ്പൊ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. മഹിമയ്ക്ക് നീ കാരണം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാ നിന്റെ കുടുംബത്തുള്ള ഒരാളെ പോലും ഞാൻ ബാക്കി വെക്കില്ല. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. ഇത് മാധവന്റെ മകളുടെ വാക്കാ.